സമൃദ്ധിയും ആനന്ദവും നാം ഏവരും എപ്പോഴും ആഗ്രഹിക്കുന്ന വിഷയമാണ്. എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടന്നു പോകുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, 66-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അതെ, ചില സമയങ്ങളിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, നിരാശകൾ, വേദനകൾ, പ്രതീക്ഷിക്കാത്ത ആകുലതകൾ നമ്മെ അലട്ടിയെന്ന് വന്നേക്കാം. ഒരു പക്ഷേ നാം നിരാശയിലകപ്പെട്ട് ക്ഷീണിച്ച് ഒരു പരാജയമായി തീരുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു എന്നും വരാം. എന്നാൽ ദൈവവചനം ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതെ, ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിരാമം കൽപ്പിക്കുന്ന ചില നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത നിലകളിൽ ബാധ്യതകൾ നമ്മളെ അലട്ടുമ്പോഴും അതിനൊക്കെ വിരാമം വരുത്തി നമുക്ക് സമാധാനവും സന്തോഷവും നൽകി നമ്മെ ശക്തിയിലേക്ക് നൽകുവാൻ ദൈവത്തിന് കഴിയും. ദൈവവചനം പഠിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 16-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതെ, മനോഹരമായ ഒരു അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ആദ്യം നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണല്ലോ, ദൈവം നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കും. തീയുടെയും വെള്ളത്തിൻ്റെയും പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വന്നാലും ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവമാണ്. അതെ, പിന്നെയും കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 8:9, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. അതെ, ശക്തനാകുന്ന കർത്താവ് തൻ്റേതാകുന്ന മഹിമകളെ വെടിഞ്ഞ് താൻ എന്ത് ചെയ്തു? ദാരിദ്ര്യം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അതെ, കർത്താവിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ നാം വിശ്വസിക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഇവിടെ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 28-25, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. അതെ, ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും യഹോവയിൽ ആശ്രയിക്കുവാൻ നാം തയ്യാറാകുക. 2, സദൃശ്യവാക്യം 11-25, ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. അതെ, ഔദാര്യത്തോടെ നാം കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുഷ്ടിയും അനുഗ്രഹവും സമാധാനവും ലഭ്യമാകുവാനിടയായിത്തീരും. പിന്നെയും സദൃശ്യവാക്യം 4-11, നീതിമാൻ്റെ കൂടാരമോ തഴയ്ക്കും. അതെ, നമ്മുടെ ജീവിതം എന്നും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ, അതെ, വിടുതലും സമൃദ്ധിയും ആശ്വാസവും അനുദിന ജീവിതത്തിൽ പ്രാപിക്കുവാൻ, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും നാം വഴിതിരിച്ച് യാത്ര ചെയ്യപ്പെടുവാൻ ദൈവഹിതപ്രകാരം നമ്മെ തന്നെ സമർപ്പിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഔദാര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും ഇന്ന് അതിന് കഴിയാത്തവരായി നാം ഒതുങ്ങിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ധനമോഹവും ജഡീക ചിന്തകളും ജഡത്തിൻ്റെ അഭിലാഷങ്ങളും പലപ്പോഴും നമ്മളെ തിന്നുകളയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ കാർന്നു കളയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയിൽ ആശ്രയിപ്പാൻ, അതെ, തീയിലും വെള്ളത്തിലും കൂടി കടന്നാലും ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.